ഹലോ, ദിസ് സ്റ്റാഫ് കപ്പിൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിനി അടുത്ത് പോകുന്നത് ലങ്കാവിലെ ഒരു കേബിൾ കാർ, സ്കൈ ഡോം, സ്കൈ റൈഡ്സ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റിക്കാണ്. അപ്പോൾ ലങ്കാവിയുടെ ബാക്കി വിശേഷങ്ങളുമായി നമ്മളിതാ വരുന്നു. സ്റ്റേ ട്യൂൺ സ്റ്റാഫ് കപ്പ്. ഞങ്ങളിങ്ങനെ ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു സ്കൈ കേബിൾ, സ്കൈ കാർ, കേബിൾ കാർ, സ്കൈ ബ്രിഡ്ജ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ടി പോകാനുണ്ട്. നല്ല ലഞ്ചായിരുന്നു, നല്ല ഹെവി ലഞ്ചായിരുന്നു. നല്ല ഫിഷൊക്കെ കൂട്ടി കഴിച്ചു. അടിപൊളി ലഞ്ചായിരുന്നു. അറൗണ്ട് 2 to 10 റിങ്കറ്റായി. ഇറ്റ്സ് റിയലി വർത്ത് ഫോർ മണി. അടിപൊളി ലഞ്ചായിരുന്നു. അപ്പം നേരെ പോകുന്നത് സ്കൈ ബ്രിഡ്ജ്, കേബിൾ കാറൊക്കെയാണ്. ലങ്കാവിലെ മെയിൻ ഐറ്റമാണ് ഈ ഒരു സ്കൈ ബ്രിഡ്ജും കേബിൾ കാറും ഒക്കെ. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഐറ്റിനറിയിൽ ചെറിയൊരു ചേഞ്ച് വന്നു. കാരണം ഇവിടുത്തെ ഒരു വെതർ കണ്ടീഷൻ വെച്ചാണ് കേബിൾ കാർ, സ്കൈ ബ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര വിൻഡും ഭയങ്കര മഴയായതുകൊണ്ട് കേബിൾ കാർ അവർ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് കേബിൾ കാർ അല്ലെങ്കിൽ സ്കൈ ബ്രിഡ്ജ് ഇതിന് പകരം ഇവിടെ ഒരു വേൾഡ് വാട്ടർ ഉണ്ട്, അണ്ടർ വാട്ടർ വേൾഡ്, അതായത് ഒരു അക്വേറിയം, അത് കാണാനായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ സെനാഗ് എന്ന് പറഞ്ഞ ബീച്ചുണ്ട്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് നടത്താം. അതൊക്കെ കാണാനായിട്ടാണ് വന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു കേബിൾ കാർ, ലങ്കാവിലെ കേബിൾ കാർ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ സ്കൈ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ്. ബട്ട് ഇതെല്ലാം വെതർ കണ്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല മഴയാണ്, ഭയങ്കര കാറ്റും ഉണ്ടെങ്കിൽ ഒരു കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇന്ന് ക്ലോസ് ആണ്. എന്നാലും നമുക്ക് ഈ ഒരു അണ്ടർ വാട്ടർ വേൾഡ് ഒന്ന് കണ്ടിട്ട് വരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇവിടെ നിന്നാണ് നമ്മുടെ വേൾഡ് വാട്ടറിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ട് വേൾഡ് വാട്ടർ. താങ്ക് യു. സോ കയറുമ്പോൾ തന്നെ വലിയൊരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ടോ. വാവ്, നോക്കിയ വലിയ, വാവ്, എന്ത് വലുപ്പം നോക്കിയ. ഓ, രക്ഷയില്ല. നമ്മൾ അണ്ടർ വാട്ടർ വേൾഡ് അതുപോലെ ഇഷ്ടപ്പെടുന്ന കയറിയിട്ടാണ് അടുത്ത്. അപ്പോൾ നമുക്കിനി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്ത് പോകാം. ടിക്കറ്റെല്ലാം നമ്മുടെ ഏജൻറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്ത് പോയി അണ്ടർ വാട്ടർ വേൾഡ് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കതാ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് വേണം പോകാൻ. ഓൺലൈൻ ടിക്കറ്റ് എടുത്തു, പക്ഷേ അതിവിടെ ഒന്ന് റിഡീം ചെയ്ത് ഫിസിക്കൽ ടിക്കറ്റ് ആക്കി. ആ ഫിസിക്കൽ ടിക്കറ്റ് ഇവിടെ ഒന്ന് സ്കാൻ ചെയ്യണം. ഓക്കെ, വി ആർ എൻട്രിങ് ടു അണ്ടർ വാട്ടർ വേൾഡിലേക്ക് എൻട്രി ആയി. ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഒരുപാട് ടാങ്കിൽ ഫിഷസിന് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തണുപ്പൊക്കെയാണ്, പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാ നോക്കിയാൽ ഇവിടെയൊക്കെ നല്ല നല്ല ഫിഷസ് ആണ്, നല്ല ടാങ്കും. എന്ത് രസമാണ് നോക്കി. ഇവിടുത്തെ ടാങ്കിലുള്ളത് ബല ഷാർക്കാണ്. പിന്നെ ഇവിടെയുള്ള ജൈൻറ്റ് പ്ലേറ്റഡ് ലിസാർഡുണ്ട്. പിന്നെ ഫാറ്റ് ടെയിൽഡ് ജെക്കോ, അങ്ങനെയുള്ള ഐറ്റമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ ഇവിടെ ലിസാർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഈ ടാങ്കിലുള്ളത് ഐറിഡിസൻറ്റ് ഷാർക്ക് എന്ന് പറയുന്നത് വലിയ നല്ല വലിപ്പമുള്ള ഷാർക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ ആൽബിനോ പാക്മാൻ ഫ്രോഗ് ഉണ്ട്, കുഞ്ഞ് ഫ്രോഗ് ഇതാ ഈ ടാങ്കിനകത്തുണ്ട്. പിന്നെ ആൽബിനോ കോൺ സ്നേക്ക് ഉണ്ട്. ഇതാ ഫ്രോഗ്, മഞ്ഞ ഫ്രോഗ് ഇതായിരിക്കുന്നുണ്ട്, മഞ്ഞ ഫ്രോഗ്. പിന്നെ ആൽബിനോ കോൺ സ്നേക്ക് ഉണ്ട്, ആമൽ കോൺ സ്നേക്ക് ഉണ്ട്. അങ്ങനെ കുഞ്ഞു ടാങ്കിൽ ഒരുപാട് സ്നേക്സ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. നമുക്ക് തവള ഇരിക്കുന്നത്. അതേപോലെ ആഫ്രിക്കൻ ജൈൻറ്റ് ബുൾഫ്രോഗ് ഉണ്ട്. പിന്നെ ബിയർഡ് ഡ്രാഗൺ ഉണ്ട്, വാട്ടർ ഡ്രാഗൺ ഉണ്ട്. അത് ആ ടാങ്കിനകത്ത് വാട്ടർ ഡ്രാഗനാണ്. ഇവിടെ ബിയർഡ് ഡ്രാഗനാണ്, ഇരിക്കുന്നത് ബിയർഡ് ഡ്രാഗനാണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഓ, അടിപൊളി കേട്ടോ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ഇവിടെ ഫ്ലെമിംഗോ ഉണ്ട്, ഗ്രേറ്റർ ഫ്ലെമിംഗോ. അടിപൊളി കേട്ടോ. നമുക്ക് ഫ്ലെമിംഗോ ആണ്. ഓ, ദിസ് ഇസ് സൂപ്പർ കേട്ടോ. ഭയങ്കര ഒരു ഏവിയറി പോലെയാണ്. ഇവിടെ ബേർഡ്സൊക്കെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് നടന്നു പോകുന്ന ഒരു കോഴി നടന്നു പോകുന്നുണ്ട്. ഇത് സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റോ ഉണ്ട്, അലിഗേറ്റർ ഗറുണ്ട്. ഇവിടെ കൊക്കറ്റോ എവിടെയാ കണ്ടാ, ഇതൊക്കെ ഫ്രീ ബേർഡായിട്ട് ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു. അവിടെ ഫ്ലെമിംഗോ ഒക്കെ, റെഡ് ഗ്രേറ്റർ ഫ്ലെമിംഗോ ഉണ്ട്, സ്പോട്ടഡ് ഡോവ് ഉണ്ട്. എനിക്കൊന്ന് അതൊക്കെ ഇതുവഴി ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു കേട്ടോ. സ്പോട്ടഡ് ഡോവ് ഒക്കെ. നമ്മുടെ ജാവിൻ ബർബ് എന്ന് പറഞ്ഞൊരു ഫിഷാണുള്ളത്.
ഇവിടെയുള്ള അലിഗേറ്റർ ഘർ ഇതാ നിൽക്കുന്നു. അമ്പോ എന്ത് സൈസാണ് നോക്കുക അലിഗേറ്റർ ഘർ. നല്ല സൈസുള്ള അലിഗേറ്റർ ഘർ. ഈ അടിപൊളി. ദാ ഒരെണ്ണം വരുന്നു. ഇതാ ഒരു ബോർഡ് വരുന്നുണ്ട്. ഡിങ് ഡിങ്. ഡോവ് അവിടെ ഇരിപ്പുണ്ട്. ഇത് അടിപൊളി. അപ്പോൾ ഇനി നമുക്കിനി ഫ്രണ്ടിലോട്ട് വീണ്ടും പോകാം. ഇവിടെ ഈ ടാങ്കിൽ അലിഗേറ്റർ ഘർ ഇപ്പോൾ 4 വന്നു കേട്ടോ. 4 അല്ല 5 ഉണ്ട്. 1 2 3 4 അവിടെ നിന്ന് 5. പിന്നെ താഴെ വലിയ 2 പക്ഷെ അത് അലിഗേറ്റർ അല്ല, അത് വേറെ എന്തോ ആണ്. നല്ല വലിപ്പമുള്ള 2 അവിടെ കിടപ്പുണ്ട്. മേളിൽ മക്കാവോ ഇരിപ്പുണ്ട് കേട്ടോ. സൾഫർ ക്രസ്റ്റഡ് മക്കാവോ ഒക്കെ മേളിലിരിക്കുകയാണ്. അവിടെ 2 നല്ല വലുതാട്ടോ, നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ ഒരുപാട് ബേഡ്സ് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ മേളിൽ. ഇതൊരു ഏവിയറിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ഒരു ഓപ്പൺ എയറിലാണ് എല്ലാത്തിനും ഇട്ടേക്കുന്നത്. ഇതൊരു ഏവിയറിയാണ്, ചെറിയൊരു മിനി ഏവിയറി. ബട്ട് ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ കണ്ട് അകത്തോട്ട് അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇവിടെ സീലാണ്. സീലിലിട്ടേക്കുന്നൊരു ടാങ്കാണ് കേട്ടോ. എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അത്യാവശ്യം വലിയൊരു ടാങ്കാണ്. ഇതിനകത്ത് സീലുണ്ട്. സീൽ. ഇവിടെ മൊത്തം ആഫ്രിക്കൻ പെൻഗ്വിൻസ് ഉണ്ട്. നോക്ക് എന്ത് രസമാണ് വെച്ചേക്കുന്നത്. നമ്മൾ കണ്ട ടാങ്ക് അപ്പുറത്തെ സൈഡാണ്. ഇവിടെ പിന്നെ ഇത് വൈൽഡ് ലൈഫ് ഗാലറി ആണല്ലോ കേട്ടോ. ഇവിടെ നിന്നാല് നമുക്ക് ആ ടണൽ പോലത്തെ ടാങ്കിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് അടിപൊളിയായിട്ട് പെൻഗ്വിൻസ് കാണാം. പെൻഗ്വിൻസ് എല്ലാവരും നിരന്നിരിക്കുന്നതാണ്. എന്ത് രസമാണ്. അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ പെൻഗ്വിൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പെൻഗ്വിൻസ് ഉണ്ട്. എല്ലാം നിരന്ന് നമ്മളെ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി, സൂപ്പർ. നമ്മളൊരു ടണൽ കയറിയാണ് വന്നത് കേട്ടോ. കൊള്ളാമല്ലോ. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ അവർ ഒരു പെൻഗ്വിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് എംപറർ, ജെൻ2, അങ്ങനെ പല വെറൈറ്റി പെൻഗ്വിൻസ് ഹെഡൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫേസ് ഫാക്ട് ഫയൽ, അതായത് എൻ്റെ ഫാമിലി ഏതാണ്, ഹൈറ്റ്, വെയ്റ്റ്, ബ്രീഡിങ്, കളർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക് നെയിം. ഇങ്ങനെ നമ്മൾ സിനിമയിലെ കാണുന്ന എംപറർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം അങ്ങനെ എല്ലാ മോഡലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെൻഗ്വിനും എല്ലാം കണ്ടു വരുമ്പോൾ അടുത്ത സെക്ഷനിൽ ഷെല്ലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഷെൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ്ടോ ക്രാബ്. അയ്യോ എന്ത് വലുപ്പമുള്ള ക്രാബാന്നൊക്കെ. ഷെല്ലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ അതോ? ഓക്കെ. ഫിഷും ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ടൈപ്പ് ഫിഷസ് ഉണ്ട്. നല്ല വെറൈറ്റിയാണ്. നോക്ക് ഇവിടെ കണ്ടോ ഒരു മുള്ളു പോലത്തെ ഒരു സാധനം. അതും എന്തോ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ സ്റ്റിംഗ്റേ ഉണ്ട്. സ്റ്റാർ ഫിഷ് ഉണ്ട് അവിടെ. അത് സ്റ്റാർ ഫിഷ് ഉണ്ടോ? സ്റ്റാർ ഫിഷ്. ഈ ടാങ്കിലൊരു ജയൻറ്റ് സ്ട്രിംഗ്റേ ഉണ്ട് കേട്ടോ. ജയൻറ്റ് എന്ന് പറഞ്ഞാൽ ജയൻറ്റ് സ്ട്രിംഗ്റേ ആണത്. നോക്ക് എന്ത് വലിപ്പം നോക്ക്. ഇവിടെ ഒന്നുണ്ട്. ഇത് ഒരെണ്ണം. അപ്പുറത്ത് ഒരെണ്ണം. സ്റ്റിംഗ്റേ ആണ്. ഇതാണ് സ്റ്റിംഗ്റേ. ഇവിടെ വലിയൊരു ഷാർക്കിനെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതാണ് ടോണി നസ് ഷാർക്ക്. മാക്സ് അറ്റ് 4 മീറ്റർ, 4 മീറ്റർ നീളം വരെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി അടുത്ത സെക്ഷൻ എന്താ, സീ നെറ്റിൽ ജെല്ലി ഫിഷ് ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത സെക്ഷൻ ഇതേ കിടക്കുന്ന അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് ആണ് കേട്ടോ. അത് തിരിഞ്ഞ് കിടക്കുന്ന അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് ആണ്. ഓക്കെ, രസമാണ്. അതിൻ്റെ ഹിസ്റ്ററിയും അവരുടെ ബോർഡിൽ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ജെല്ലി ഫിഷസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഓ അടിപൊളി. പല ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഓക്കെ, ഇത് വൈറ്റ് ബബിൾ സീ ജെല്ലി ഉണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ പേരുണ്ട് കേട്ടോ. ബ്ലൂ ബ്ലബർ സീ ജെല്ലി, ബ്ലൂ ബ്ലബർ. പിന്നെ ഇവിടെയുള്ളത് ബ്ലൂ ബ്ലബർ സീ ജെല്ലി തന്നെയാണ്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. മൂൺ ജെല്ലി. ഇത് നമ്മളിങ്ങനെ മേളിൽ കളർ ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് അനുസരിച്ച് മാറും. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ജെല്ലി ഫിഷാണ്. ഇത് കിടിലം ആയിട്ടാണ് കേട്ടോ. ഞാൻ സിംഗപ്പൂരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ടാങ്കിന് ചുറ്റും എന്ന് വെച്ചാൽ കളർ ഇടും. അപ്പോൾ ആ കളർ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഭയങ്കര രസമാണ്. നമുക്ക് അതിൻ്റെ കളർ നോക്ക്. സൂപ്പർ അല്ലേ. മൂൺ ജെല്ലിയാണ്. അപ്പോൾ അങ്ങനെ ജെല്ലി ഫിഷ് ഉണ്ടപ്പോൾ ഇവിടെ ഒരു ക്ലാർക്സ് ക്ലൗൺ ഫിഷ് ഉണ്ട്, സ്ലിപ്പർ ലോബ്സ്റ്റർ ഉണ്ട്, കാർപ്പറ്റ് ആനിമൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്ലിപ്പർ ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതോ നമുക്ക് ഈ ഒരു ടാങ്കിലുള്ളതാണ് സ്ലിപ്പർ ലോബ്സ്റ്റർ കേട്ടോ. അതോ ആ കാണുന്നതാണ് കേട്ടോ. അതോ ഈ കാണുന്നതാണ്. എന്ത് വലിപ്പം നോക്കുന്നതിന്. ഇനി അടുത്തത് മെജന്ത ഡോട്ടി ബാക്ക് എന്ന് പറഞ്ഞൊരു
ഒരു ഫിഷാണ്, സ്റ്റോൺ ഫിഷ് ഉണ്ട്. ഇതൊക്കെ എന്ത് രസമല്ലേ, ഭയങ്കര രസമുണ്ട്. അണ്ടർ വാട്ടറിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ എന്ത് രസമാണ് ഫിഷ് നോക്ക്, അടിപൊളി, ഭയങ്കര ക്യൂട്ടായിട്ടല്ലേ. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കളറൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് കോമൺ സ്പിന്നി ലോബ്സ്റ്റർ. ഇത് ലോബ്സ്റ്ററാണ്, കോമൺ സ്പിന്നി ലോബ്സ്റ്റർ ആണ്. ഇവിടെയുണ്ട് ലോബ്സ്റ്റർ, കോമൺ സ്പിന്നി ലോബ്സ്റ്റർ കേട്ടോ. പിന്നെയുള്ളത് ബ്ലാക്ക് സീ കുക്കുംബർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അവിടെ കിടക്കുകയാണ് ബ്ലാക്ക് സീ കുക്കുംബർ, ബ്ലാക്ക്. അതേപോലെ ഒരു ഗ്രേ ബാംബൂ ഷാർക്ക്, ഇതാണ് ഗ്രേ ബാംബൂ ഷാർക്ക്. ഇതായി രണ്ടെണ്ണം. ബ്ലാക്ക് ടെയിൽ ഡാം സെൽഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. ഒസിലാരിസ് ക്ലൗൺ ഫിഷ്, ഇതാണ് നീമോ, ഞാൻ പറഞ്ഞ ഒസിലാരിസ് ക്ലൗൺ ഫിഷ്. ഇതാ ചെറുതാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇനി വലിയ വലിയ ടാങ്കുകളാണ് ഇനി കേട്ടോ അങ്ങോട്ട് വരുന്നത്. ഫോക്സ് ഫേസ് റാബിറ്റ് ഫിഷ് ഉണ്ട്, റാബിറ്റ് ഫിഷ്. ഏതായത് ഫോക്സ് ഫേസ് റാബിറ്റ് ഫിഷ് ഇതായി കാണുന്നതാണ്, ഫോക്സ് ഫേസ് റാബിറ്റ് ഫിഷ്. പരവ മീൻ പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടാങ്കൊക്കെ ഒന്ന് കാണാം കേട്ടോ. കൊള്ളാം കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. പിന്നെ ഇവിടെയുള്ള ടാങ്കിൽ പലതരം ഫിഷസൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഫിഷസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് നടന്ന് ബാക്കിയും കൂടെ കാണാം. പാകിസ്ഥാനി ബട്ടർഫ്ലൈ ഫിഷ് ഉണ്ട്, കോപ്പർ ബാൻഡ് ബട്ടർഫ്ലൈ ഫിഷ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ വരുന്നത് വൈറ്റ് റീഫ് ഷാർക്കും ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കും ആണ്. ഇത് രണ്ടും ഷാർക്കാണ്. ഇതാ നോക്കിയ ഷാർക്ക്, വാവ്, അടിപൊളി ഷാർക്ക്. ഞാൻ പറഞ്ഞ വലിയ ആമത നിൽക്കുന്നത്, നല്ല സൈസുള്ള രാമയാണ്. ഞാൻ കാണിച്ചു തരാം, നല്ല സൈസുള്ളത്, വലിയ സൈസുള്ള രാമയാണ്. പക്ഷെ അതവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക കേട്ടോ. അതാ വരുന്നത്, അതും ആമതാ വരുന്നത്, ആമ. ഇവിടുത്തെ ടാങ്കിലെല്ലാം നല്ല വലിയ ഫിഷസ് ആണ് കേട്ടോ. നമുക്ക് നല്ല വലിപ്പമുള്ള ഫിഷസ് ആണ്. രണ്ട് സൈഡിലും ഉണ്ട്. ഗോൾഡൻ പമ്പാനോ, ജൈൻറ്റ് ട്രവാലി, ബ്ലൂ ഫെൻ ട്രവാലി, കോമൺ ജൈൻറ്റ് മൊറൈ റീൽ, അതൊക്കെയാണ് ഈ ടാങ്കിലുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വാട്ട് ഈസ് ജിയോ പാർക്ക്, എന്താണ് ജിയോ പാർക്ക്, അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. My name is Orbit. What are trilobites? ഇവിടെ ഒരു ടാങ്കിലും കുറേ ഫിഷസ് ഉണ്ട്. കോസ്റ്റ് ലൈൻ ഓഫ് മലേഷ്യ, അത് മലേഷ്യയിലുള്ള മൃഗങ്ങളെയാണ് അവർ കാണിച്ചേക്കുന്നത് കേട്ടോ. കോസ്റ്റ് ലൈനിലുള്ള ഇവിടുത്തെ മൃഗങ്ങൾ, കോസ്റ്റ് ലൈൻ ഓഫ് മലേഷ്യ. അതായത് എനിക്കൊന്ന് ഇവിടെ ഉള്ള ജീവികളൊക്കെ ആയിരിക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഗാർസിയൻ പാൻതായി, പിന്നെ മങ്കീസിലെ ഡസ്കി ലീഫ് മങ്കി, സാൻഡ് ഡോളർ, സീ കുക്കുംബർ, ഗോസ് ക്രാബ്, കിങ് ഫിഷർ, മാംഗ്രൂവ് സ്നേക്ക്, സീഷെൽ, സീ കുക്കുംബർ, സീ അർച്ചിൻ, അങ്ങനത്തെ മെക്കാവോ കേര, അതായത് മങ്കി. ഫിനീഷ്യൻ ഷോർട്ട് ക്ലവർ ഓട്ടർ ഉണ്ട്, അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് ഉണ്ട്, മഡ് സ്കിപ്പർ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടുത്തെ മലേഷ്യ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കൊള്ളാം. എന്താണ് ജിയോ പാർക്ക്, അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെയുള്ളത് കുറച്ച് ഷെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. വാട്ട് ഈസ് നെക്സ്റ്റ്? കൊള്ളാം കേട്ടോ, ഇതൊരു അടിപൊളി അക്വേറിയമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറിയുമ്പോൾ ഇവിടെ ഉള്ളത്, ഇവിടെ കുറച്ച് ഓപ്പൺ ടാങ്ക്സിൽ കുഞ്ഞു ഫിഷസ്, മോണോസാബി, പിന്നെ ലോങ് ഹോൺ കൗ ഫിഷ്, അങ്ങനെയുള്ള കുറച്ച് ഫിഷസാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് കീപ് യുവർ ഡിസ്റ്റൻസ്, സില ജഗ ജറക്ക്, എന്താണെന്ന് അറിയില്ല. ഇത് കൈൻഡ് ഓഫ് ഒരു ഓപ്പൺ എയർ സംഭവമാണ് കേട്ടോ. ഇത് ഫുള്ളി ഓപ്പൺ ആണ്, അടച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു നേച്ചർ വാക്ക് പോലെ. ഇതിനകത്തും ഈ ഒരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തും ഒരുപാട് ഫിഷസ് ഉണ്ട്, പല വലുപ്പങ്ങളുള്ള. ചെറിയൊരു വാട്ടർഫോൾ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തേക്കണം കേട്ടോ.
ഇതും കൊള്ളാം. എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് തിരിച്ച് അപ്പുറത്തെ സൈഡിൽ തന്നെ എത്തും. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കാണാൻ പോകാം. അങ്ങനെ ഞങ്ങൾ എക്സിറ്റിലേക്ക് എത്താൻ പോവാണ്. എക്സിറ്റ് വരുമ്പോൾ എല്ലാ അക്വേറിയായാലും എല്ലാ ഷോപ്സാണ് ടോയ്സൊക്കെ മേടിക്കാനായിട്ട്. അത് കാണുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അടിപൊളി അക്വേറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അണ്ടർ വേൾഡ് വാട്ടർ കണ്ട് പുറത്തിറങ്ങിയത് ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഇവിടെ ചോക്ലേറ്റിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ, നല്ല വില കുറവാണ്. ചോക്ലേറ്റ്, ഡ്രസ്സൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സിന് ഇവിടെ എസ്പെഷ്യലി ഡ്യൂട്ടി ഫ്രീ ആണ്. ചോക്ലേറ്റ്, പെർഫ്യൂം, ടൊബാക്കോ, ആൽക്കഹോൾ അങ്ങനെയുള്ളതെല്ലാം. അപ്പം ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. ഈ ഒരു ഡ്യൂട്ടി ഫ്രീയിൽ ചോക്ലേറ്റിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് കേട്ടോ. പ്രൈസ് അത്യാവശ്യം കുറവാണ്. നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങളും കുറച്ച് മേടിച്ചു ചോക്ലേറ്റ്സ്, കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ എല്ലാം ലിക്കറാണ്. ഇതെല്ലാം ജിന്നിൻ്റെ ഏരിയ ആണ്. അതേപോലെ ഡ്യൂട്ടി ഫ്രീ ആണിത്. വിസ്കിയാണ്, എല്ലാം ഉണ്ട്. ഗ്ലെൻഫിലിറ്റ്, ഡാൽമോർ അങ്ങനെയുള്ള വിസ്കി, അതിൻ്റെ ഷോർട്ട് ബോട്ടിൽസ് ഉണ്ട്. വിസ്കി, ബ്രാൻഡ്, ടീറാം എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഡ്യൂട്ടി ഫ്രീ ആണ്. ജസ്റ്റ് ആബ്സലൂട്ട് വോഡ്ക്കയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആബ്സലൂട്ട് വോഡ്ക്ക ഇവിടെ 45 റിംഗിറ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അണ്ടർ വേൾഡ് വാട്ടറൊക്കെ കണ്ട് പുറത്തിറങ്ങിയ ഒരു ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ. കാണേണ്ട ഒരു ദിവസം ലങ്കാവിൽ വന്നാൽ അണ്ടർ വേൾഡ് വാട്ടർ ഹൈലൈറ്റ്. അപ്പോൾ പെൻഗ്വിൻസ് ഉണ്ട് അവിടെ. അപ്പം ലങ്കാവിൽ വന്നാൽ കാണേണ്ട ഒരു മസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ അണ്ടർ വേൾഡ് വാട്ടർ. അപ്പം നമ്മൾ ജസ്റ്റ് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. സ്ട്രീറ്റിൽ ഇതാ ഒരുപാട് ഡ്രസ്സുണ്ട്. അല്ല ഒരുപാട് ഡ്രസ്സുണ്ട്. പിന്നെ ഇതാ ചെരുപ്പുകൾ, അങ്ങനത്തെ ഒരു അടിപൊളി ഒരു സ്ട്രീറ്റാണ് കേട്ടോ. കൂടുതൽ ലേഡീസിനാണ് അവിടെ കണ്ടത്. ഇവിടെയും ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്. ഇതങ്ങനെ ഒരുപാട് കടകൾ അങ്ങോട്ട് നീണ്ട് കിടക്കുകയാണ്. ഷോർട്സ്, ബോള്, ടോയ്സ്, ലേഡീസിനുള്ള എന്താ മിഡി, പാൻറ്, സ്കേർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതും പ്രൈസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഡ്രസ്സിനും ടോയ്സിനും ചെരുപ്പിനും ഒക്കെ രണ്ട് സൈഡിലും ഷോപ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് വേണം അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. ഇഷ്ടംപോലെ കടകളാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഒരുപാട് തുണിക്കടകളാണ് കേട്ടോ. തുണിക്കടകളാണ് കൂടുതൽ. പിന്നെ ഇവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കോഫി ക്ലാസ്സിക്കൽ. ഈ കളർ ഡ്രസ്സൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ. റെയിൻബോ കളർ ഡ്രസ്സാണ്, ഭയങ്കര രസമുണ്ട്. കുട്ടികൾക്കും ഉണ്ട്, ലേഡീസിനും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, നമുക്ക് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് മേടിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാം കേട്ടോ. ഇവിടുത്തെ ഒരു ഷോപ്പിൽ കണ്ടാണ് കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. 5 റിംഗിറ്റ് കൊണ്ടാണ്. തണുപ്പില്ല. പൈനാപ്പിൾ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പപ്പായ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെ ജ്യൂസ് പറഞ്ഞാൽ ജ്യൂസ് മേടിച്ചു തരും. എല്ലാം ഫ്രഷാണ് കേട്ടോ. അതും ജ്യൂസാണോ വേണ്ടേ? ഇത് ഇവിടെ ഈ ബോർഡിലാണ് കാണിക്കുന്നതാണ്. ഷെനാങ്ങി തന്നെ ഉള്ളൊരു ഫുഡ് സ്ട്രീറ്റ് ഏരിയ ആണ്. ട്രക്കുകളൊക്കെ ഇവിടെ കൊണ്ടിട്ട് അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 7-7:30 ആയിരിക്കും. സമയം ഇപ്പോൾ 7:10. പക്ഷേ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ 5 മണി ടൈമാണ്. അപ്പോൾ അതാ ഫുഡ് സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ഓണായി വരുവാണ്. എല്ലാ വണ്ടികളും ഇങ്ങനെ ഫുഡൊക്കെ അവർ പുറത്തിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു മാംഗോ ജ്യൂസ് മേടിച്ചു കേട്ടോ. സ്മോൾ ആണെങ്കിൽ 3, മീഡിയം ആണെങ്കിൽ 4, ലാർജ് ആണെങ്കിൽ 6. ഇത് സ്മോള്, ദിസ് ഈസ് മീഡിയം, ദിസ് ഈസ് ലാർജ്, റൈറ്റ്? ഓക്കെ, സ്മോളിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 3 റിംഗിറ്റാണ് മാംഗോ ജ്യൂസ്. അപ്പോൾ അത് ഫുഡ് സ്ട്രീറ്റൊക്കെ ഓപ്പണായി. ഞാൻ മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോവാണ്. കാര്യം ഫുഡ് സ്ട്രീറ്റൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ. ഇത് ചെനാങ്ങിലൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. എല്ലാ ട്രക്സും ഫുഡൊക്കെ വളരെ ആക്റ്റീവായി. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, സമോസ, ലച്ചൂസ്, ഓംലെറ്റ്. പിന്നെ നമ്മൾ നേരത്തെ ജ്യൂസ് വാങ്ങിച്ച ഇവിടെ നിന്നാണ്. മാംഗോ ജ്യൂസ്, ഫ്രഷ് ലൈം, ഫ്രഷ് കോക്കനട്ട് വാട്ടർ, അങ്ങനെ ഒരുപാട് ഫുഡ് ട്രക്സ് ഇവിടെ ഉണ്ട്. ഇതാണോ ചിക്കൻ, സോസേജ്, പോർക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഷ്രിമ്പ്. ഓക്കെ,
സോസേജ്, കാട, ഷ്രിംപ്, ചിക്കൻ ബോൾസ് അങ്ങനെയുള്ള എല്ലാം. അതേപോലെ ഇവിടെ ബാർബിക്യൂ കിട്ടുകയും ചെയ്യും. അതുപോലെ വെജും ഉണ്ട്, ബ്രോക്കോളി, പൊട്ടറ്റോ. നോക്കി എന്ത് രസമാണോ, അടിപൊളി. Kijk weer een bordje eten, Ahmed. Raak hem nou niet aan, man. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെനാങ് ബീച്ച്. ബീച്ചിൻ്റെ ഇവിടെ ഒരു ക്ലിഫ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതോടൊപ്പം ഇവിടെ ഭയങ്കര ചെറിയ ചെറിയ ഷാക്സും കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗോവയിലേക്ക് ഷാക്കുകളൊക്കെ പോലെ, ബീച്ച് ഷാക്കുകളൊക്കെ പോലെയാണ്. ആ മലയൊക്കെ കാണാൻ എന്ത് രസം നോക്കിയേ. നല്ല രസമുള്ളൊരു ടൈമാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വൈകിട്ട് 7:30 മണിയാണ്, നമ്മുടെ 7:40, 7:30 മണിക്ക് നിങ്ങൾ കാണുന്ന ചെനാങ് ബീച്ചിലെ ഒരു കാഴ്ചയാണ്. എന്ത് രസമാണ് നോക്കി ഈ ഒരു സമയം ഇവിടെ കാണാനായിട്ട്. അവിടെ ഷാക്കുകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അണ്ടർ വേൾഡ് വാട്ടറും കണ്ട് നമ്മളിവിടുത്തെ ചെനാങ് സ്ട്രീറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി, ചെനാങ് ബീച്ച് കണ്ട്, ചെനാങ് ഒരു ചെറിയ നൈറ്റ് ലൈഫൊക്കെ കണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് hit the bell icon to notification for our next video. This is Trav Cup. Stay tuned for more Malaysia videos. Bye bye.